ഞാൻ വാക്കറപ്പിച്ച പെണ്ണിന്റെ അമ്മാവൻ കേൾക്ക്. നീ എനിക്കിട്ട് കടപ്പാറുണ്ട് പണിതോ. കിട്ടുന്ന കാശ് കൊണ്ടുപോയി ഓളുമാർക്ക് കൊടുക്കുകയാണെന്ന് എന്നാ നീ കേട്ടോ. നിന്റെ പെങ്ങളെഴുത്തിണ്ടല്ലോ തത്തമ്മ, അവളാ ബാലിബന്റെ കൊട്ടകയ്ക്കകത്താ പൊറുതീന്. ശിവൻകുട്ടൻ പെരപ്പുറത്ത് മയക്ക് വെച്ച് പറയും. പറയടാ പിഴച്ചവളാണെന്ന് നീ പറയടാ. പോയി ചോദിക്കണ നിന്റെ പെങ്ങളോട് ശിവകുട്ടൻ പറഞ്ഞത് നേരാണോ നുണയാണെന്ന് ചോദിക്കണ. അവൻ പറഞ്ഞിട്ട് പോയതൊക്കെ നേരാണോടി? നേരാണോന്ന് ഈ ലെക്ക് കേട്ട് വന്നവരോട് സമാധാനം പറയാൻ വാസോട്ട് നിന്നേ നിന്നേ. വാസോട്ടാ കോവിലും വെളിയും കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങോട്ട് വന്നേ. കുടുംബത്ത് ഇതാര്? നമ്മുടെ കൊച്ചുട്ടനാ. വണ്ടമേട്ടിൽ കയറിയ ബസ്സിന്റെ ചവിട്ട് പലക മുഴുക്കം പെടക്ക് തൂറി നാണിച്ചു. ഇവിടം വരെ ചകിരി പിരിച്ച് കയറ്റി വെച്ചാ കൊണ്ടുവന്നതേ. തത്തക്ക് ഇഷ്ടായത് കൊണ്ട്. എടി ഭവാനിയെ, നിനക്ക് ആളെ മനസ്സിലായില്ലയോ? ആ, ഇവന്റെ കോടാലിയുടെ വായത്തല കണ്ട മാനത്തെ ചന്ദ്രക്കല മാറി നിൽക്കും. നാലും വാസു എന്ന ഭാഗത്തുള്ളാവോ ഈ കുട്ടന്റെ? വകയിലൊരു കുഞ്ഞമ്മയുടെ ആണ്ടടി എന്തിനായിരുന്നു. തോട്ടക്കാട് വരെ വന്നപ്പോ 20 കിലോ ഇങ്ങോട്ട് വന്ന് വാസുവിനെ കാണാതെ എങ്ങനെയാ കുട്ടൻ പോവാ? എന്റെ തത്തയ്ക്ക് തന്നെ കാണാൻ പറ്റിയല്ലോ. ഭവാനിയെ, വാളത്തല വെച്ചിരിപ്പില്ലടി, ആ പുഴുക്ക് കൂട്ടി ഇവന് കൊടു. പെണ്ണിന് വല്ലാതെ തണുക്കുണ്ടെന്ന് തോന്നണു. ഉഷ്ണിക്കുന്നു. ഏട്ടത്തി അമ്മ എന്തിനാ ചിരിക്കണേ? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ല പിന്നെ എന്തിനാ ചിരിക്കുന്നേ? അതോ, ഇതിനകത്തിരിക്കുന്ന ആളല്ലേടി ശിവൻകുട്ടൻ പറഞ്ഞ ആള്. ഏതാള്? ഓ പെണ്ണേ, കിഴക്കൻ കാറ്റടിച്ച് താഴെ വീണ കലണ്ടറേ ഞാൻ ആ കമ്പി കൊണ്ട് കെട്ടിവെച്ചത്. മറ്റവനെ ആരും കാണണ്ടെന്ന് കരുതി. ആ, അവന്റെ വാളത്തല പൂച്ച കട്ടോണ്ടെന്ന് പറയാം അല്ലേ? ആമരച്ചോട്ടില് മാരന്റെ നെഞ്ചത്ത് ചാഞ്ഞി കിടക്കന്റെ ചീതപ്പെണ്ണേ, ചാഞ്ഞി കിടക്കന്റെ ചീതപ്പെണ്ണേ. എന്താ തത്തെ? ഇന്നലെ രാത്രി ആ ശിവൻകുട്ടൻ വന്ന് വാസുവേട്ടനോട് ഞാൻ നിങ്ങളുടെ കൊട്ടയ്ക്കകത്ത താമസമൊന്നും എന്നെ പഴപ്പിക്കുന്നു ഒക്കെ പറഞ്ഞ് വാക്കത്തെടുക്കലും പ്രശ്നമൊക്കെ ആയിരുന്നു. വാസുവേട്ടൻ തിരിഞ്ഞ് എന്നോടൊരു ചോദ്യം, കേട്ടതൊക്കെ സത്യമാണോടിന്ന്. നീ എന്തു പറഞ്ഞു? ആ മുഖം കണ്ടെന്റെ ശ്വാസം നിലച്ചുപോയി. അവൻ പറഞ്ഞതൊക്കെ നുണയാണെന്ന് പറഞ്ഞു. നിനക്ക് സത്യം അങ്ങ് പറയാറുണ്ടായിരുന്നു. ഞാൻ നിന്നെ പഴപ്പിക്കാൻ കൊണ്ടിരുന്നൊന്നുമല്ലോ. സത്യം പറഞ്ഞിരുന്നെങ്കിൽ കാണായിരുന്നു. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അവന്റെ അമ്മൂമ്മയുടെ അടിയന്തരത്തിന് പൂവൻ കോഴിയൊക്കെ ആയിട്ട്. ഇന്നലെ അവന്റെ കൈകൊണ്ട് എന്റെ ഈ കാശിമാലയുടെ തുമ്പത്ത് ഒരു മിന്നൂടെ കേറിയനെ. എന്തോ എനിക്ക് പേടിയാവുന്നു. നമുക്ക് എവിടേക്കെങ്കിലും പോവാം. ഞാൻ എവിടെ വിളിച്ചാലും വരാം. എന്തോ ഒന്നും മിണ്ടാത്തെ? വേണ്ട തത്തെ, തീ ചുട്ടുപഴുത്ത കാച്ചിരുമ്പെടുത്ത് നിനക്ക് വേണ്ടി ഒത്തിരി പൊള്ളിച്ചതാ കൈത്തലം. ആ മനസ്സ് അനുവദിക്കും വരെ ഞാനിവിടെ നിന്നോളാം. ഹേ, നീ എന്തെങ്കിലും നോക്കുന്നേ? ഈ നെഞ്ച് കരിങ്കല്ലാണെങ്കിലും കൽക്കണ്ടായി കരള്. പെരുങ്കൊല്ലൻ വാക്കത്തി വാസുവിന്റെ ആലക്കിതാ തീപിടിച്ചിരിക്കുന്നു. ഉലയിൽ ഊതിക്കാച്ചി മിനുക്കിയെടുത്ത പൊന്നുപെങ്ങളും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു നാടോടി തണ്ടിച്ചക്കനും തമ്മിലുള്ള പങ്കജൻ ടാക്കീസിൽ പ്രദർശനം തുടരുന്നു. ഡെയിലി സെക്കൻഡ് ഷോ, ഡെയിലി സെക്കൻഡ് ഷോ, ഡെയിലി സെക്കൻഡ് ഷോ. എന്താ ആ വാസുവേ, നിന്നെ കണ്ടിട്ട് എമ്പടി കാലമായല്ല. പഞ്ചായത്തിനൊരു വാക്കത്തി പണിയണമായിരുന്നു. പിത്തള കെട്ടി പഞ്ചായത്ത് വകാന്ന് പേരും കൊത്തി. പഞ്ചായത്തിന്റെ പള്ള വെട്ടാൻ വാസുവിന്റെ വാക്കത്തി പണിയണോ പ്രസിഡന്റ്? എന്താടാ നിന്റെ മുഖത്തൊരു മ്ലാനം?
ആ അനൗൺസ്മെന്റ് മോശമായി പോയില്ലേ? ഏത്? നിന്റെ പെങ്ങക്ക് വല്ല പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ആ സിനിമാക്കാരൻ ബാലിബനുമായിട്ടൊരു കൊണാപ്ലിക്കേഷൻ മണക്കുന്നുണ്ടല്ലോ. എടാ പഞ്ചായത്ത് ഭരണറി, നീ പറഞ്ഞത് പറഞ്ഞു. ഇനിയും നീ ഇത് എവിടെങ്കിലും പറഞ്ഞു അറിഞ്ഞ എന്നെ നാക്കിയാനിറക്കും. എന്റെ നാക്കർത്തൊന്നും വെച്ച് സത്യം ഇല്ലാണ്ടാവണ. നിനക്ക് സത്യം എനിക്ക് പോയി ചോദിക്കണ പേപ്പട്ടിധാരണ മോളോട്. അവള് കണ്ടത് പറയുക. എനിക്ക് ഇപ്പൊ അറിയണം, ആ സിനിമാക്കാരൻ വാലിബൻ എന്റെ തത്തയായിട്ട് നീ എന്താ കണ്ടേ? ഞാൻ കണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി എന്താ? എനിക്ക് നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടുമോ? നിനക്ക് എന്ത് വൈകുന്നാടി? ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞ് ആശിപ്പിച്ച് പുറകെ നടന്നവൻ ഇപ്പൊ തത്തെ കണ്ടപ്പോ എന്നെ ചതിച്ച് അവിടെ പുറകെയായി. നിങ്ങളുടെ മുത്തശ്ശി ജാനുവമ്മയ്ക്ക് കുടമാളൂരമ്മ പോലെ അവന് തത്തേന്ന്. ആ പാവം മയങ്ങി നടക്കുക. ഇനി എപ്പോ എന്നാണാവോ അവൻ തത്തയെ വിട്ടിട്ട് കുയിലിന്റെ പുറകെ പോവുക? ഇപ്പൊ തത്തേച്ചിയുടെ വലിയ പിത്തനാ ബാലിബൻ. തെന്നി നടക്കുന്നവന്റെ ഇതല്ലാതെ വേറെ എന്തോ കിട്ടാനാ? ഗോപുവിന്റെ കത്തുണ്ട്. ദിവസം മറക്കണ്ട, 30-ാം തീയതിയാണെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഇതെന്താടാ പേപ്പർ കട്ടിങ്? 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ സൺഡേ സപ്ലിമെന്റിൽ ഒരു വാർത്ത അവൻ അയച്ചിരിക്കുക. വാർത്ത? കട്ട പ്രൊജക്ടറുമായി മൂവർ സംഘം അട്ടപ്പാടിയിൽ. എങ്ങനെയുണ്ട്? പത്രക്കാരന്റെ ക്യാമറ പിടിച്ചു കുറച്ച് വിട്ടില്ലേ? അവൻ കാച്ചതായിരിക്കും. നമ്മുടെ ജാതകം മുഴുവൻ വെച്ചടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അരക്കിടക്കണ അരഞ്ഞാണ്. വാക്കത്തി പൊതിയാനെന്നും പറഞ്ഞ് വീട്ടിൽ കയറി വന്ന എന്റെ പെങ്ങൾക്ക് വളയിടലടാ തരവന്. നായിന്റെ മോനെ നമ്മളെ കൂടെ പ്രഭികളെ ചങ്കൂച്ചോളണ്ടടാ സ്നേഹിച്ച്. കണ്ട വിഴുപ്പലക്കുന്നവന്മാരുടെ പുറകെ നടക്കുന്ന തെണ്ടി, നിനക്ക് വെച്ചോണ്ടിരിക്കാൻ എന്റെ കൂടപ്പുറപ്പന്റെ പേരെങ്ങാനും എട്ടി നുറുക്കി കത്തിക്ക് ഞാൻ. എന്തിനാ വാസനോട് നോട് പറഞ്ഞേ? എടി ഭവാനെ, നീയും കൂടെ കേട്ടോ? ശിവൻകുട്ടൻ വന്ന് നിന്റെ പെങ്ങള് പിഴച്ചവളാന്ന് പറഞ്ഞപ്പോ എന്റെ ചങ്കില് പിച്ചാത്തി കയറിയതാ. ലെക്ക് കെട്ടവനോട് എന്തിന് സമാധാനം പറഞ്ഞു നീ പറഞ്ഞപ്പോ നിന്നെ ഞാൻ വിശ്വസിച്ചു. എല്ലാം നേരായിരുന്നു എനിക്കിപ്പോ ബോധ്യായി. ആ തെണ്ടി നടക്കുന്നതിന് മാറത്തി കയറി നിറങ്ങാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നോടി? ഞാൻ വെറുതെ ഇവിടെ പോയിന്നേ ഉള്ളൂ. പട്ടിക്ക് മീശ പടച്ച അമ്പട്ടൻ എന്താ കാര്യം? എനിക്ക് അയാളെ ഇഷ്ടായതുകൊണ്ടാ. മനുഷ്യനാണോ? അവക്ക് അവനെ ഇഷ്ടം. അവന് പിടിച്ചു കൊടുത്താൽ എന്താ പോരായ്മ? ആ ഒറ്റ കണ്ണിനേക്കാൾ ഭേദമല്ലേ? നീ എന്താടി അവന് കുഴപ്പം? ആ ഒറ്റ കണ്ണുകൊണ്ട് അവൻ പണിനെ ചുട്ടരുമ്പോ മാത്രം കണ്ടാ മതി. ലോകത്തിന്റെ പരപ്പൊന്നും കണ്ട. എല്ലു മുറിഞ്ഞ് അധ്വാനിച്ചിട്ടായാലും അവൻ നിന്നെ പോറ്റിക്കോളും. 2 കണ്ണുള്ള തെണ്ടി ആരാണെന്ന് അറിയാം നിനക്ക്? ചെല്ലി നടത്തൊക്കെ കൂര പൊക്കി എച്ചിലാക്കി തിന്നുന്നവൻ. കറിച്ചട്ടി കഴിയാ വെളുക്കിലടി. സത്യം അറിയാതെ വാസുവേണ്ടി ഇങ്ങനെ വേണ്ടാത്ത പറയരുത്. മിണ്ടി പോകരുത്. സത്യം ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാടി. ആ പേപ്പട്ടിതാരുടെ മോളെ ഇളിച്ചോണ്ട് തുളയ്ക്കകത്തോട് ഉണ്ണിയപ്പം വെച്ച് നീട്ടണത്. അതൊക്കെ വെറുതെ കറണ്ട് കിട്ടാൻ വേണ്ടി. അവന്റെ കറണ്ട് സപ്ലൈക്ക് വാസുവിന് മനസ്സിലായി. നിനക്കറിയോ? എന്റെ മാധുവിനെ മാറ്റി പൊട്ടുംപൊടി ചേർത്ത് വെച്ച് നിന്നെ വളർത്തിയതേ ഇരുമ്പടിച്ച് കലങ്ങിയ ചങ്കിലെ സ്നേഹത്തിന്റെ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാ. നിനക്ക് അവൻ ചേരൂല്ല തത്തേ. അവന്റെ കണ്ണില് നിന്നെ ചേർത്ത് വിളക്കല്ലേ. ആ കണ്ണില് കല്ല് വെച്ച് ഞാൻ പ്രതിഷ്ഠിച്ചു പോയി ചേട്ടാ. ഇനി നിനക്ക് ഈ കാശുമാനം വേണ്ട. ഇത്രയും കാലം ചങ്കിലേക്ക് വളർത്തിയാൽ എനിക്കിത് കിട്ടണം. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച് ചങ്കിന് വാസന വേണ്ട. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നിന്റെ മുഖത്ത് കാണണ്ട.
നാളത്തെ അവളെ കാണാനുള്ള പോക്ക് വേണോ? മൊത്തം പ്രശ്നങ്ങളാ. വഴിക്കെങ്ങാനും മാട്ടി പോയാ നീ തല പോകുന്നു പറഞ്ഞാലും ഞാൻ പോകും. അവിടെ എത്തിയിരിക്കും. ഈ ഒരു ദിവസത്തിന് വേണ്ടി അല്ലടാ ഈ കണ്ട പെടാപ്പാടെല്ലാം നമ്മൾ പെട്ടത്. താനല്ലേ രഘുറാം? അതെ. നീ ഒരുത്തിനെ ചുറ്റിയേക്ക് ഇടിച്ച് കൊന്നേച്ചും പരോളിച്ചാടി കുറെ കാലമായി മുങ്ങി നടന്ന നിന്നെ ഞങ്ങള് പൊക്കത്തില്ലാന്ന് കരുതിയോടാ. രഘു തുളകാക്കൂ. എന്താടാ അറിഞ്ഞില്ലേ? അവനാ വാലിബൻ കൊല കഴിഞ്ഞ് പരോളിൽ ഇറങ്ങിയവനാ. ഒരുത്തനെ കമ്പിപ്പാരയ്ക്ക് അടിച്ചു കൊന്ന് 2 വർഷമായിട്ട് മുങ്ങി നടക്കുകയാണെന്ന്. പിടിക്കാൻ വന്ന പോലീസുകാരനെ സിനിമയില് കാണും പോലെ പറന്ന് ചവിട്ടിക്കൊണ്ടിരിക്കുക. ഇനി അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മളെ തത്തേങ്ങാനോ അടിച്ചോണ്ട് പോയേക്കോ. എവിടാ നിന്റെയൊക്കെ മറ്റവൻ? പോലീസിനെ വെട്ടിച്ച് റോക്കറ്റ് പോലെ പോയെന്നാ കേട്ടത്. കാണിച്ചിടണം ഞാൻ. എന്റെ പെങ്ങളെ നീ പുറത്തേക്കല്ലടാ.
നായിന്റെ മോനെ അവന്റെ പങ്കടെന്നത്തോടെ നിർത്തി ഞാൻ. അല്ല വാസുവിനെ ഇന്ന് നീ അറിയും. കൊലയായിട്ട് നടക്കുന്ന നീ തങ്ങളെ പൊട്ടിക്കല പറ. കത്തി വെണ്ണീറാവണം നീ. ഇനി അവന്റെ ഓർമ്മ പോലും ഈ ദേശത്തുണ്ടാവരുത്. ഇനി അവൻ ഈ മലകയറി വന്ന ഈ കാട് ഞാൻ തീ വയ്ക്കും. അവനെ ചൂടാൻ പറഞ്ഞേക്ക്. എന്റെ പാവാടക്കെട്ട് തീ വെച്ചവനാണ് നീ. നിന്നോട് കളിച്ചപ്പോ ഞാൻ കരിയായി, എന്നോട് കളിച്ചപ്പോ കണ്ടല്ല നീ കരിക്കട്ടയായി. നാളെ മുതൽ എരുമത്തോട്ടത്തിൽ വാലിബന്റെ സ്കോപ്പ് ലെൻസ് ഇംഗ്ലീഷ് കളർ. വാലിബന്റെ കൊട്ടയെ തീ വെച്ച നീതാനേ. കൊല കഴിഞ്ഞ് പരവണം ചാടിയവൻ ആരാടി? നല്ലവനെ ചീത്തയോ? ശിവകുട്ടൻ പറഞ്ഞ് ശരിയല്ലേ? അവൻ നിന്നെ പേടിപ്പിക്കാൻ വന്നവനല്ലേ? ആ കണ്ണീലാണ് നീ കല്ല് വെച്ച് പ്രതീക്ഷിച്ചല്ലേ? അവന്റെ ഓർമ്മ പോലെ നീ ദേശത്തുണ്ടാവില്ല. അവന്റെ കൊട്ടയെ കത്തിച്ച് ഭസ്മാക്കേണ്ടി ഞാൻ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കില്ലേ? നിന്റെ തല നടക്കുമ്പോ സത്യടുത്ത് കയറൂടി. വേണ്ട, ഇനി നിന്റെ മനസ്സിൽ നിന്ന് ഓർമ്മകൾ അടിച്ചു കഴിഞ്ഞ് പടിയടച്ച പിണ്ടം വെച്ചോ. ഇന്ന് രാത്രി ഞാനൊരു വാക്കത്തി പണിയാ. ഈ മണ്ണിൽ ഞമ്മ കാലുകുത്തിയ അവന്റെ കഴുത്ത് വെട്ടാൻ. ഞാൻ കേട്ടതൊക്കെ നേരാണോ? പറയാൻ. അതെ, എല്ലാം നേരായിരുന്നു. ചതിക്കായിരുന്നില്ലേ? അന്ന് നിന്നെ ആര് ചവിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആശിച്ചു പോവാ. നീ പൂടി വാരി എറിഞ്ഞത് അവന്റെ നെഞ്ചിലാ. ആ നെഞ്ചിൽ സൂക്ഷിച്ച നിധിയായത് നിന്നെ ആദ്യമായി കണ്ടപ്പോ നീ വലിച്ചെറിഞ്ഞിട്ട് പോയ കാപ്പിക്കുരുമാല. അവൾ ആരാണെന്നല്ലേ? ഒരേ ചോരയിൽ പിറന്ന സ്വന്തം കൂടപ്പറപ്പായവള് പങ്കജം. നീ അന്ന് ചോദിച്ച ആ കത്തിലെ അവൾ. പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു അവള്. മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ അവളെ അച്ഛൻ മെഡിക്കൽ കോളേജിൽ ചേർത്തു. മൈസൂരിലെ വെറും ഒരു C ക്ലാസ് തിയേറ്റർ ഓപ്പറേറ്റർക്ക് സ്വപ്നം കാണാവുന്നതിലപ്പുറമായിരുന്നു ചന്ദ്രേട്ടന്റെ മോഹം. കിടപ്പാടം വരെ വിറ്റ് ഒരു വർഷം അവളെ പഠിപ്പിച്ചു. ഏത് പാതിരാക്കും ആർക്കൊരാവശ്യം വന്നാലും അവിടെ ഓടിയെത്തും ചന്ദ്രേട്ടൻ. താൻ വിശ്വസിച്ചിരുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയമില്ലാതെ ചന്ദ്രേട്ടൻ പ്രതികരിക്കുമായിരുന്നു. ഒരിക്കൽ സിദ്ധാപൂരിലുണ്ടായ വിഷമത്യ ദുരന്തത്തിന്റെ കാരണക്കാരായവരെ വിളിച്ചു കൊണ്ടുവരാൻ ഭ്രാന്ത് പിടിച്ചു നടന്ന ചന്ദ്രേട്ടൻ ആപത്തിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു. ಗೊತ್ತಾಗಲ್ಲ ದೊಡ್ಡದ ಬಂದ್ಬಿಟ್ಟ ಸಮಾಜ ಸೇವಕರು ಅಂದ್ಬಿಟ್ಟು ನ್ಯಾಯ ಕೇಳಕ್ ಬಂದ್ಬಿಟ್ರು. ಜಾಡ್ಸ್ ಒದ್ರ ನೋಡು ಸರ್, ಇದಕ್ಕೆ ಸರಿಯಾಗಿ ಉತ್ತರ ಸಿಗೋ ತನಕ ಈ ಚಂದ್ರನ್ ಈ ಜಾಗ ಬಿಟ್ಟು ಹೋಗೋ ಪ್ರಶ್ನೆನೇ ಇಲ್ಲ. ನೀವ್ ಯಾರ ಧೈರ್ಯದ ಮೇಲೆ ಹೀಗೆಲ್ಲ ಆಡ್ತಿದ್ರ ಅಂತ ನನಗೆ ಗೊತ್ತು. ഡിസ്ലേറിയുടെ ഉടമസ്ഥന് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടും ചന്ദ്രേട്ടന്റെ മുമ്പിൽ അവരൊന്ന് പതറി. ತಾಳ್ಮೆಯಿಂದ ಸ್ವಲ್ಪ ಎಲ್ಲರೂ ತಾಳ್ಮೆಯಿಂದ ಇರಿ. ನಾನ್ ಹಾರಾಡೋದು ನಿಲ್ಸಿದ್ರು ನಷ್ಟಪಟ್ಟವ್ರ ದುಃಖ ಕಡಿಮೆ ಆಗಲ್ಲ ಸರ್. ಈ ಡಿಸ್ಟಿಲರಿಗೆ ಬಿನಾಮಿ ನೀವೇ ಅಂತ ಈ ಸಿದ್ದಾಪುರದ ಗೋಡೆಗಳಲ್ಲೆಲ್ಲ ಪೋಸ್ಟರ್ ಅಂಟಿಸಿದ್ದಾನೆ ಸರ್. ಅವನಿಗೆ ಮೊದಲೇ ಮೂಳೆಗೆಟ್ಟಿ ಈಗ ಇನ್ನು ಕೇಳಲೇಬೇಕಾಗಿಲ್ಲ. ಆಚೆ ಬೆಳಚೋಕೆ ಮೂಳೆ ಬೇಕಾಗಿರ್ತ. ಆ ಮೂಳೆ ಯಾಕೆ ಇವನಿಂದ ತೆಗೆ ಬರದೆ?
കഴിഞ്ഞ് 4-ാം പക്കം അത് ജയിച്ചതാരാണെന്ന് അറിഞ്ഞു. രാഷ്ട്രീയ സ്വാധീനമുള്ളവന്റെ പിറകെ പോലീസ് അനങ്ങില്ലല്ലോ. അവന്റെ ജീവന്റെ ജീവനായിരുന്ന അച്ഛനെ കൊന്നവനെ തേടി രാവും പകലും നടന്നു അവൻ. എനിക്ക് ഈ ക്യാമറ വാങ്ങി തന്നപ്പോ എന്റെ അച്ഛൻ ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. എല്ലാം നശിച്ചു വച്ച ഞാൻ എന്തിനീ വെള്ളിത്തിരയിലെ വർണ്ണങ്ങളെ സ്നേഹിച്ചു? എന്റെ സ്വപ്നങ്ങളെല്ലാം തടഞ്ഞില്ലേ അമ്മ? ആദ്യം ജീവപര്യന്തമായിരുന്നു. പിന്നീട് കോടതി അത് 5 വർഷമായി കുറച്ചു. അച്ഛന്റെ മരണത്തിന് ശേഷം പെങ്ങടെ പഠിപ്പ് ഉള്ളതെല്ലാം വിറ്റ് അമ്മ 2 വർഷം കൂടെ തള്ളി നീക്കി. ഇനി മുന്നോട്ടൊരടി വെക്കാൻ ആരും സഹായിക്കാനില്ലാതെ പഠിത്തം നിന്നു പോകുമെന്ന അവസ്ഥയിലിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് പക്ഷാഘാതം പിടിപെട്ടത്. പരോളിലിറങ്ങിയ അവൻ പിന്നീട് മടങ്ങിയില്ല. പൂട്ടിക്കിടന്നൊരു തിയേറ്റർ ഉടമയുടെ കയ്യിൽ നിന്നും ഒരു പ്രൊജക്ടർ വാടകയ്ക്കെടുത്ത് ഞങ്ങൾ ഈ പരിപാടിക്കിറങ്ങി. അവളെ പഠിപ്പിക്കാൻ കാശുണ്ടാക്കാൻ. ആ മനസ്സിൽ നിന്ന് നിന്നെ ചതിക്കാൻ ഒരു വാക്കുണ്ടാവും തോന്നുന്നുണ്ടോ തത്തെ? നാളെ അവൾക്ക് MBBS ഡിഗ്രി കിട്ടുന്ന ദിവസമാ. ആ വെള്ളക്കോട്ടിട്ട് നിൽക്കുന്നത് കാണാൻ മൈസൂർ മെഡിക്കൽ കോളേജിൽ അവൻ എന്തായാലും ഉണ്ടാവും.